കഴിഞ്ഞ ദിവസത്തെ ലോകകപ്പുമായി ബന്ധപ്പെട്ട് ട്രംപിനെ ചേർത്തി വെച്ച ഒരു AI വീഡിയോ, യഥാർത്ഥത്തിൽ ഇത് AI വീഡിയോ ആണെങ്കിലും ഓരോ ലോകത്തുള്ള ഓരോ വ്യക്തിയെയും ചിന്തിപ്പിക്കുന്നതാണ്. എന്താണ് ട്രംപ് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി വരച്ചു കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്. വസ്തുത ലോകകപ്പാണെങ്കിലും നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ട്രംപിന്റെ ഈ AI വീഡിയോയിലുള്ള ഇടപെടൽ എന്താണ് എന്ന്. ഇതേ രീതി തന്നെയാണ് ലോകത്ത് രാഷ്ട്രീയപരമായി ട്രംപ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ട്രംപും അതുപോലെ തന്നെ JD വാൻസ്, അതുപോലെ അമേരിക്കൻ സെക്രട്ടറി, ഇവർ മൂന്ന് പേരും കഴിഞ്ഞ ദിവസം നടന്ന അമേരിക്കയും അതുപോലെ ബെൽജിയവും തമ്മിലുള്ള ലോകകപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. What are our team's chances of beating Belgium? We have a 40% chance and Belgium has 60%. ഇവിടെ ട്രംപ് ചോദിക്കുന്നത്, സെക്രട്ടറിയോട് ചോദിക്കുന്നത്, ബെൽജിയവും അതുപോലെ അമേരിക്കയും തമ്മിലുള്ള കളിയിൽ എത്ര ശതമാനമായിരിക്കും അമേരിക്കയ്ക്കുള്ള സാധ്യത എന്നാണ്. സെക്രട്ടറി പറയുന്നു 40% വിജയം അമേരിക്കക്കും 60% ബെൽജിയത്തിനുമാണ് എന്നാണ്. ഉടനെ തന്നെ ട്രംപ് പ്രതികരിക്കുന്നത് ഒരിക്കലും തന്നെ അമേരിക്ക പരാജയപ്പെടാൻ പാടില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, ഉടനെ തന്നെ നടപടി സ്വീകരിക്കേണ്ടതാണ്. അമേരിക്ക ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ട്രംപ് പ്രസിഡന്റ്, നിങ്ങൾ അതിന് കാണുന്ന ഒരു പോംവഴി എന്താണ്? ഏത് രീതിയിലാണ് നമ്മൾ ഇടപെടേണ്ടത്? ഇനി ട്രംപ് തന്നെ നേരെ ഇടപെടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉടനെ തന്നെ എല്ലാവരും കളി അവസാനിപ്പിക്കേണ്ടതാണ്. The U.S. just slapped immediate sanctions on the Belgian goalie and disqualified him over ties to Iran and Hezbollah. Get him off the field right now. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഹിസ്ബുള്ളയും ഇറാനുമായി ബെൽജിയത്തിന് ബന്ധമുള്ളതുകൊണ്ട് ഉടനെ കളി നിർത്തി എല്ലാവരും സ്റ്റേഡിയത്തിൽ നിന്ന്, ബെൽജിയത്തിന്റെ എല്ലാ കളിക്കാരും ഉടനെ കയറി പോകേണ്ടതാണ്. നമ്പർ 7 മാത്രം അവിടെ ബാക്കി നിന്നാൽ മതി, ബാക്കിയുള്ളവരെല്ലാം കയറി പോകണമെന്നാണ് ട്രംപിന്റെ അടുത്ത ഉത്തരവ്. ബെൽജിയത്തിന്റെ ഗോളി അടക്കം ഇപ്പോൾ കയറി പോവുകയാണ് സ്റ്റേഡിയത്തിൽ നിന്നും. ഇനി കളി പൂർത്തിയാക്കൂ എന്നാണ് ട്രംപ് പറയുന്നത്. ഇത് അതിന്റെ മുമ്പ് ഉണ്ടായ ഒരു ഗോളി ബെൽജിയം അമേരിക്കയ്ക്ക് നേരെ അടിച്ചതിന്റെ ഒരു ദൃശ്യം കാണിക്കുകയാണ്. നമ്മൾ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് ഉടനെ കളി അവസാനിപ്പിക്കണം, നിർത്തണം. ബെൽജിയത്തിന്റെ എല്ലാ കളിക്കാർക്കും നമ്മൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇറാനും ഹിസ്ബുള്ളയുമായുള്ള ബന്ധമാണ് കാരണം. അതേ സമയത്ത് 7ാം നമ്പറിന് ഒരു വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട്. ആ നമ്പർ കളിക്കാരന് അവിടെ തന്നെ നിൽക്കാവുന്നതാണ്. ഉടനെ തന്നെ കയറി പോവുക. 7ാം നമ്പർ ഇവിടെ നിൽക്കുകയാണ്, ബാക്കിയുള്ള ആളുകളെല്ലാം കയറി പോകുന്നു. ഇനി കണ്ടിന്യൂ ചെയ്യുക, ഇനി ഗെയിം കളി തുടരട്ടെ എന്നാണ് ട്രംപ് പറയുന്നത്. ഈ ബെൽജിയത്തിന്റെ നമ്പർ 7 സ്റ്റേഡിയത്തിൽ ബാക്കിയുണ്ട്, ഇനി കളി നടക്കട്ടെ എന്നാണ്. പക്ഷെ ഇപ്പോൾ ബെൽജിയത്തിന്റെ നമ്പർ 7ന്റെ കയ്യിലാണ് പന്തുള്ളത്. അത് അമേരിക്കയുടെ പോസ്റ്റിലേക്ക് പന്ത് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് 7ാം നമ്പർ. ഉടനെ തന്നെ ട്രംപിന്റെ അടുത്ത ഉത്തരവ് വരുന്നു. അതെ, ഇപ്പോൾ ഉടനെ തന്നെ കളി അവസാനിപ്പിക്കുക, നിർത്തുക എന്നാണ്. അതെ, അമേരിക്കയുടെ പോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറ്റേണ്ടതാണ്. കാരണം ഈ പോസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ഗോളി അടിക്കാൻ കഴിയില്ലല്ലോ അമേരിക്കക്ക് നേരെ. അതുകൊണ്ട് ഉടനെ ഈ പോസ്റ്റ് ഇവിടുന്ന് നീക്കേണ്ടതാണ്. ഇനി കളി തുടരൂ എന്നാണ് ട്രംപ് പറയുന്നത്. ഈ 7ാം നമ്പർ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അദ്ദേഹം കയറി പോവുകയാണ്. കാരണം അമേരിക്കക്കെതിരെ ഗോൾ അടിക്കാൻ അമേരിക്കയുടെ പോസ്റ്റ് അവിടെ നിലവിലില്ല. അതെ, ഇപ്പോ അമേരിക്ക ഇഷ്ടം പോലെ ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബെൽജിയത്തിനെതിരെ.
അമേരിക്കക്കാർ ആർത്തട്ടഹസിക്കുന്നു. ട്രംപ് വലിയ രീതിയിൽ ചിരിക്കുകയാണ്. 3 പേരും. ഇനിയാണ് ട്രംപിന്റെ പ്രസ്താവന വരുന്നത്. If we stick to this strategy and tactic, the World Cup is ours. ഈ രീതിയിൽ നമ്മുടെ കളിക്കാർ തുടരുകയാണെങ്കിൽ ഈ ലോകകപ്പ് നമുക്ക് തന്നെ ലഭിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഫിഫയുമായി ബന്ധപ്പെട്ട ഒരു AI വീഡിയോ ആണെന്ന് ശരിയാണ്. പക്ഷേ ലോകത്ത് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ രീതിയാണ്. ട്രംപിന് അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളെ അങ്ങനെ തന്നെ നിഷ്കാഷണം ചെയ്യുക, തോന്നിയ രൂപത്തിലുള്ള പ്രസ്താവന നടത്തുക, വേണ്ട രൂപത്തിലുള്ള ഭീഷണിപ്പെടുത്തൽ നടത്തുക. ഇങ്ങനെ നമുക്കറിയാം, ഇന്ത്യയുമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ 50% തീരുവ ഏർപ്പെടുത്തുന്നു. തൊട്ടടുത്ത ദിവസം അത് ഇല്ല എന്ന് വെക്കുന്നു. വേണ്ട രീതിയിൽ ലോകത്ത് താൻ ഇച്ഛിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അപ്പുറത്തും ഇപ്പുറത്തും JD വാൻസനും അതുപോലെ തന്നെ മൈക്ക് റൂബിയോയും ചേർന്നുകൊണ്ട് ലോകത്ത് നടത്തുന്ന ഈ ഒരു കളിയാണ് യഥാർത്ഥത്തിൽ. അതിനെക്കുറിച്ച് പൊളിറ്റിക്സ് എന്ന് പോലും പറയാൻ കഴിയില്ല. ഒരു ഗെയിമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെയാണ് ഇറാൻ വ്യത്യസ്തമാകുന്നത്. ഈ ഒരു ഗെയിം അംഗീകരിക്കാൻ ഇറാൻ സന്നദ്ധരല്ല. ഇത് മാത്രമാണ് ഇറാൻ ഭരണകൂടം മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അമേരിക്കയുടെ ഈ ട്രംപിന്റെ ഈ നടപടികളെയും പ്രസ്താവനകളെയും നീക്കങ്ങളെയും ഒക്കെ അക്ഷരാർത്ഥത്തിൽ ഭീതി കാരണമായോ അല്ലെങ്കിൽ അവരുടെ ഭീഷണിക്ക് വിധേയമായി കൊണ്ടോ അത് അംഗീകരിക്കുന്നു. അതേ സമയത്ത് ട്രംപ് ആ ഭീഷണി വകവെക്കാതെ മരണപ്പെട്ടാലും വേണ്ടിയില്ല, ധാർമ്മികത പണയം വെച്ച് ഇത്തരം ഒരാൾക്ക് കീഴ്പ്പെടേണ്ട ആ സാഹചര്യം ഇല്ല എന്നതാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഇത്രയും വലിയ ഒരു ശത്രുവായി അമേരിക്കക്ക് മുന്നിൽ മാറിയിരിക്കുന്നത്.